എന്നെ രക്ഷിക്ക് അമ്മ, അമ്മ എന്നെ രക്ഷിക്ക് അച്ഛാ, എന്നെ രക്ഷിക്ക്. കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ അമ്മയച്ഛനും ഓടി വെളി വന്ന് നോക്കിയപ്പോ അപ്പോഴത്തേക്കൊരു മന്ത്രവാദിനി അവരുടെ മോളെയും കൊണ്ടുപോയി. ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ കരയുകയല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ നാട്ടിലെ ആൾക്കാർക്ക് ഇതൊരു പുതിയ കാര്യമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളെ പൂർണിമയുടെ രാത്രി പിശാച മന്ത്രവാദിനി അവളുടെ പ്രേതങ്ങൾക്കൊപ്പം വന്ന് അവരെ എടുത്തോണ്ട് പോകും. പിന്നെ അടുത്ത പൂർണിമയുടെ ദിവസം ഏത് പെണ്ണിനെ എടുത്തോണ്ട് പോയോ അവളെ കൊന്ന് അവളുടെ എല്ലുകളെ ഗ്രാമത്തിലിടുമായിരുന്നു. എത്രയോ താന്ത്രികന്മാര്, മന്ത്രവിദ്യ അറിയാവുന്നവർ ആ മന്ത്രവാദിനിയെ പിടിക്കാൻ പറ്റിയില്ല. അവൾ എവിടെയാ താമസിക്കുക എന്ന് പോലും അവർക്കറിയാൻ പറ്റിയില്ല. മണിപ്പൂരിലെ പെണ്ണുങ്ങൾ എവിടെ പോയി കല്യാണം കഴിക്കാൻ പോയാലും അവൾ അവരെ വിടത്തില്ല. പൂർണിമേരന്ന് എടുത്തോണ്ട് പോകും. പക്ഷെ എങ്ങനെയായിരുന്നു? മണിപ്പൂരിൽ നിന്ന് ദൂരത്തിൽ ബൽറാംപുരത്തിലെ ജമീന്ദാർ സുഖമില്ലാതെ കട്ടിലിൽ കിടക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ അവസാന ദിനങ്ങൾ എണ്ണുകയാണ്. ബൽറാംപൂരിലെ ജമീന്ദാർ മോഹൻ രാജിന്റെ കല്യാണം കോമലി ദേവിയുമായ നടന്ന് ഒരുപാട് വർഷങ്ങളായി കുട്ടികളാകാത്തപ്പോ സരോജ എന്ന സ്ത്രീയുമായി വീണ്ടും കല്യാണം കഴിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവരുടെ രണ്ടാമത്തെ പത്നി സരോജ അജയരാജന് ജന്മം കൊടുക്കും. കോമലിയും അടുത്ത വർഷം വിജയരാജന് ജന്മം കൊടുക്കും. നാട്ടിലെ ആൾക്കാർ കൗതുകമായി നോക്കുകയാണ്. അച്ഛന്റെ മരണത്തിന് ശേഷം 2 മക്കളിൽ ആര് ജമീന്ദാറിന്റെ പദവി ഏറ്റെടുത്ത് നാട്ടിലെ നല്ലതും ചീത്തയും നോക്കും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജമീന്ദാർ മരിച്ചു. എന്റെ മോൻ അജയരാജ് തന്നെ ജമീന്ദാറിന്റെ കസേരയിൽ ഇരിക്കും. അവൻ ഈ വീട്ടിലെ മൂത്ത മകനാണ്. കാവാലിയുടെ മൂത്ത മോള് അവർക്ക് ജനിച്ച വിജയരാജാവിനാ കൂടുതൽ യോഗ്യത. മൂത്ത മകനുള്ളപ്പോ ഇളയ മകനെ എങ്ങനെ മുഖ്യനാക്കും? ഞാൻ സമ്മതിക്കില്ല. എന്റെ മകനാണ് ജമീന്ദാർ. ശരി സഹോദരി, നിന്റെ ഇഷ്ടം പോലെ. എനിക്കൊരു പ്രശ്നവുമില്ല. അമ്മ, എല്ലാവരും നിങ്ങളെ അനുകൂലിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിജയരാജാവ് തലവനാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവരുടെ ഇടയിൽ തർക്കങ്ങൾ നടക്കുകയായിരുന്നു. ആരടുത്ത ജമീന്ദാറാകും? ന്യായാധിപൻ വന്ന് ഒരു കാര്യം ചെയ്യാം, ബലരാംപുരത്തെ 2 പകുതിയാക്കി മാറ്റാം. ആ 2ഉം ജ്യേഷ്ഠനും അനിയനും പങ്കിടട്ടെ. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. ഇല്ല, നാട്ടിനെ 2ആയി വീതിച്ച അത് ജമീന്ദാരെ അഭിമാനിക്കുന്ന പോലെയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. നാട് വിഭജിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നാടിനൊരു ഒത്തൊരുമയുണ്ടാവില്ല. ബാക്കിയുള്ളവർക്ക് ദേഷ്യമാവും. ഈ പ്രശ്നം മാറില്ല എന്ന് ചിന്തിച്ച് വിജയരാജ രാത്രിയായപ്പോ വീട് വിട്ട് സാധാരണക്കാരന്റെ വേഷമിട്ട് നാട് വിട്ടുപോയി. ഞാനിവിടെ ഉണ്ടായ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവില്ല. അമ്മയോടുള്ള സ്നേഹം കൊണ്ട് കൊട്ടാരത്തിലുള്ളവർ എന്നെ വിടില്ല. അതുകൊണ്ട് ഞാൻ ഈ കൊട്ടാരം വിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. അമ്മയോട് പറഞ്ഞാൽ സമ്മതിക്കില്ല. എൻ്റെ പിന്നാലെ വരും. ഈ പ്രായത്തിൽ അമ്മയെ വിഷമിപ്പിക്കാൻ പാടില്ല. കൊട്ടാരത്തിലാവുമ്പോൾ അമ്മ സമാധാനത്തോടെ ഇരിക്കും. അങ്ങനെ ചിന്തിച്ച് അവനെ തേടണ്ട എന്ന് ഒരു കത്തെഴുതി വെച്ച് പോയി. അജയരാജ ഗ്രാമത്തിലെ ജമീന്ദാരായി. മകൻ പോയപ്പോ ആ വിഷമത്തിൽ കുമലി ദേവിക്ക് സുഖമില്ലാതാകും. ദിവസങ്ങൾ കഴിഞ്ഞു. അവനൊരു നല്ല ജോലിക്കായി നാട് മൊത്തം തേടി. വഴിതെറ്റി ഒരു കാട്ടിൽ ചെന്നു. തളർന്നവശ്യനായ ഒരു മരത്തിന്റെ താഴെ ഇരുന്നു. മരത്തിന്റെ കൊമ്പിൽ എന്തോ തൂങ്ങിയിരിക്കുന്നു. തിളങ്ങുകയായിരുന്നു. എടുത്തു നോക്കിയപ്പോ സ്വർണത്തിന്റെ മാലയായിരുന്നു. ഇത്ര കൊടും കാട്ടിൽ ഈ സ്വർണമാല
ഇത് എവിടുന്ന് വന്നു? അതോ ഈ മരത്തിന്റെ മുകളിൽ എങ്ങനെ വന്നു? വല്ല പക്ഷിയും കൊണ്ടിട്ടതാവും. അങ്ങനെ ചിന്തിച്ച് സ്വർണത്തിന്റെ അടുത്ത് പോവുകയായിരുന്നു. അപ്പോ ആകാശത്ത് നിന്ന് ഒച്ചയിൽ ശബ്ദം കേട്ടു. രക്ഷിക്കോ, രക്ഷിക്കോ, ആരെങ്കിലും രക്ഷിക്കോ. ഉടനെ അതേ ദിശയിലേക്ക് ഓടി. പക്ഷേ വളരെ മുകളിൽ പോയ കാരണം ഏത് വശത്തിലേക്ക് പോയെന്ന് കാണാൻ പറ്റിയില്ല. പക്ഷെ കാറ്റിൽ ഒരു ഈർക്കിൽ തിളങ്ങിക്കൊണ്ട് വന്നു. അത് വെള്ളത്തിന്റെ ഉള്ളിൽ വീണതും വെള്ളം മുഴുവനും വറ്റിപ്പോയി. ആ കുളം വരണ്ടുപോയി. അവൻ ഇതൊക്കെ ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു. അടുത്ത ദിവസം ആ കാട്ടിനടുത്തുള്ള ഗ്രാമത്തിൽ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോ, ഈ നാടിന്റെ പേര് മണിപ്പൂർ എന്നാ മോനെ. ഇന്നലെ പൗർണമി ആയിരുന്നില്ലേ? ആ മന്ത്രവാദിനി വന്ന് ഞങ്ങളുടെ ഗ്രാമത്തലവൻ ധർമ്മതേജയുടെ മോളെ തട്ടിക്കൊണ്ടുപോയി. അവളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ. പാവം, പൗർണമിക്കുള്ളിൽ ആ പെണ്ണിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ആ മന്ത്രവാദിനി അതിനെ കൊന്നുകളയും. മുത്തശ്ശൻ വിസ്താരമായി പറഞ്ഞു എങ്ങനെയാ നാട്ടുകാരെ ആ താന്ത്രിക പീഡിപ്പിക്കുന്നുവെന്ന്. അല്ല, ആ മന്ത്രവാദിനി ആരാണ്? എന്തിനാ ഈ നാട്ടിലെ പെൺകുട്ടികളെ അത് ഉപദ്രവിക്കുന്നത്? അതൊരു വലിയ കഥയാ മോനെ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കൊച്ചു പയ്യനായിരുന്നു. അഷ്ടവക്രൻ എന്നുള്ള ഒരു മന്ത്രവാദി മലയുടെ താഴ്വാരത്തിലുണ്ടായിരുന്നു. അവനെ കണ്ടാൽ തന്നെ പേടി തോന്നും. അവൻ ഗ്രാമത്തിലേക്ക് വന്നാൽ ആരും മുമ്പിലേക്ക് ചെല്ലില്ല. അവൻ്റെ കാലിൽ തലയോട്ടി കൊണ്ടുള്ള മണി തൂങ്ങിക്കിടപ്പുണ്ടാവും. അത് കേട്ടാൽ തന്നെ പേടി തോന്നും. അത് കേട്ട് കഴിഞ്ഞാ നായ, പൂച്ച, പന്നി എല്ലാവരും ഗ്രാമം വിട്ട് പുറത്തുപോയി ശ്മശാനത്തിൽ രക്തം ഛർദ്ദിച്ച് ചത്തുപോവും. അവൻ ഗ്രാമാതിർത്തിയിലുള്ള ഒരു മുത്തശ്ശൻ്റെ കൊച്ചുമകളെ ഗോമതിയെ പ്രണയിച്ചു. ഗോമതിക്ക് കണ്ണ് കാണില്ല, അന്ധയാണ്. അവരെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ നിന്നെക്കുറിച്ച് എന്റെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് ഞാൻ എന്റെ മനസ്സിൽ നിന്റെ കൽപ്പന ചെയ്തിട്ടുണ്ട് അഷ്ടവക്ര. എനിക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. നിനക്ക് കാഴ്ച കിട്ടാനൊരു വഴിയുണ്ട്. ആകുംബാവിന് 13 ആണ്ടുകൾ വർഷത്തിൽ ഒരു കുഞ്ഞിനെ ബലി കൊടുത്തു കഴിഞ്ഞാൽ ആകുംബ നിനക്ക് കാഴ്ചശക്തി തരും. എനിക്ക് നിന്നെ ഇപ്പൊ തന്നെ കാണണം. വേണ്ട, നിനക്ക് കാഴ്ച കിട്ടണം, എന്നെ കാണണം. അപ്പോഴേ നമ്മുടെ കല്യാണം നടക്കൂ. അന്ന് തൊട്ട് രാത്രി സമയത്ത് അടുത്തുള്ള നാട്ടിൽ ചെറിയ കുട്ടികളെ കാണാതായി. ആരാണോ എടുത്തോണ്ട് പോകുന്നത് അതോർത്ത് എല്ലാരും വിഷമത്തിലായിരുന്നു. നാട്ടിൽ രാത്രി ആണുങ്ങൾ കാവൽ നിൽക്കുകയായിരുന്നു. ഇനി ഒരു കുഞ്ഞിനെയും കൂടി എടുത്തുകൊണ്ട് വന്നാ മതി. ഇന്ന് പൗർണമിയാണ്. 13 പേരെ നമ്മൾ ബലി കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് കാഴ്ച ലഭിക്കുന്നതാണ്. ഉടനെ നമ്മുടെ കല്യാണവും. ഞാൻ പോയി ആ 13ാമത്തെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരാം. നീ തയ്യാറായിക്കോ. തൂമുഖി മണവാട്ടിയെ പോലെ കാത്തു നിൽക്കുകയായിരുന്നു. എല്ലാ നാട്ടുകാരിൽ ആണുങ്ങൾ കത്തിയും വാളുമായിട്ട് കാവൽ നിൽക്കുകയാണ്. ഈ കാര്യം അഷ്ടവക്രന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവൻ മലകളുടെ പിറകെയുള്ള ഗ്രാമത്തിൽ നിന്ന് ഉറങ്ങുന്ന കുട്ടികളെ എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് കുട്ടി എണീച്ചു. ഒച്ചയിൽ അത് കരയാനായി തുടങ്ങി. നാട്ടുകാർ ആ ശബ്ദത്തിന്റെ ദിശയിലേക്ക് പോയി. മെല്ലെ അഷ്ടവക്രന്റെ പിന്നാലെ പോയി. പിന്നെന്ന് കുന്തം വെച്ച് അവനെ ആക്രമിക്കും. ആ 13 കുട്ടികളെയും അവിടെ നിന്ന് കൊണ്ടുപോകും. അഷ്ടവക്ര അവന്റെ അവസാന സമയത്ത് ജീവൻ പോകും മുമ്പേ അഗുംബയോട്, ശരണമാകുമ്പ ശരണം, സ്വീകാരം രക്തപ്രോക്ഷാകാരം, ധാരാദത്തം രക്തബലിദാനം, സ്വീകാരം ഗം ഹം യം. ഇങ്ങനെ മന്ത്രങ്ങൾ വായിച്ചതിനു ശേഷം അഗുംബയ്ക്ക് സ്വയം ബലിയായി അവന്റെ മന്ത്രശക്തി, ആയുസ്സും ദൃഷ്ടിയും ദോമുഖിക്ക് കൊടുത്തിട്ട് അവൻ മരിച്ചു പോകും. ദോമുഖിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. അഷ്ടവക്രന്റെ ശവത്തിൽ നിന്ന് ആത്മാവ് വന്ന് എന്തൊക്കെയോ നടന്നോ അതൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് മായായിപ്പോയി. അവളുടെ പ്രേമി അഷ്ടവക്രനെ മരിച്ചതായി കണ്ട് ഒരുപാട് ദുഃഖിച്ച് അന്നു മുതൽ അവൾ ആ ഗുഹയ്ക്കുള്ളിൽ തന്നെയായിരുന്നു. അഗുംബയുടെ ഉപാസന ചെയ്യാനായി തുടങ്ങും. അഷ്ടവക്രനെ കൊന്ന് നാട്ടുകാരോട് പകരം വീട്ടണമായിരുന്നു. മണവാട്ടിയെ പോലെ സുന്ദരമായി ഒരുങ്ങി കല്യാണം കഴിക്കാനിരുന്ന അവളുടെ കല്യാണം നാട്ടുകാര് കാരണം മുടങ്ങി. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ കല്യാണം നടക്കത്തില്ല എന്ന് അവൾ ശപഥം ചെയ്തു. വയസ്സായിട്ടും അവള് മണവാട്ടിയുടെ വേഷത്തിൽ തന്നെയായിരുന്നു.
പൂർണ്ണമായ അകുംബയുടെ ശക്തികൾ കിട്ടി അവള് മന്ത്രവാദിനിയായി മാറി. അവള് പ്രേതങ്ങൾക്ക് ആജ്ഞ കൊടുക്കുന്ന സ്ഥിതി വരെ എത്തി. 8 വർഷങ്ങൾക്ക് മുമ്പ് അവള് മോദി ഘാട്ടിയിൽ മരിച്ച് പിശാച് താന്ത്രികയായി മാറി. അവളുടെ കല്യാണം പൂർണിമയിലന്ന് നടക്കാനിരുന്നു. അതുകൊണ്ട് അവൾ എല്ലാ പൂർണിമയ്ക്കും നാട്ടിൽ വന്ന് ഏത് പെൺകുട്ടീനെ കല്യാണം തീരുമാനിച്ചോ ആ കുട്ടീനെ എടുത്തോണ്ട് അടുത്ത പൂർണിമയ്ക്ക് അവളെ കൊന്ന് അവളുടെ എല്ലുകൾ നാട്ടിലിടുമായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ വലിയ പ്രശ്നമാണല്ലോ മുത്തശ്ശ. അതെ മോനെ, നാട് വിട്ടു പോയാൽ പോലും അത് പിന്നാലെ ഉണ്ടാവും. വലിയ വലിയ മന്ത്രവാദികൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാട്ടീന്ന് അവന് ഏത് സ്വർണത്തിന്റെ മാല കിട്ടിയോ അതാ മുത്തശ്ശന് കൊടുത്ത്. ഇത് പിശാച് മന്ത്രവാദിനെ എടുത്തിട്ട് പോയ പെൺകുട്ടികളുടെ മാലയാണെന്ന് തോന്നുന്നു. ഇതാരതാണെന്ന് നോക്കി അവർക്ക് ഈ മാല കൊടുത്തേക്കണേ. അങ്ങനെ പറഞ്ഞു പോകാൻ നേരത്ത് ചെണ്ട കൊട്ടണതായി കേൾക്കും. കേട്ടുകൊള്ളുവിൻ, കേട്ടുകൊള്ളുവിൻ. ഗ്രാമത്തലവൻ ധർമ്മജയുടെ ഒരേ ഒരു മകളെ ഉഷാറാണിയെ മന്ത്രവാദിനിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അവരെ കണ്ടുപിടിച്ച് ആര് തിരിച്ചു കൊണ്ടുവരുന്നുവോ അവർക്ക് 1000 ഏക്കർ നിലവും 1 ലക്ഷം സ്വർണ്ണ നാണയവും കൊടുത്ത് അവരുടെ മകൾ ഉഷാറാണിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ നാട്ടുകാരെയെല്ലാം ആ മന്ത്രവാദിനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് അവൻ പോയി. ആ സ്വർണ്ണമാല കിട്ടിയ അതേ സ്ഥലത്ത് തന്നെ ആ മന്ത്രവാദിനി എന്തായാലും ഉണ്ടായിരിക്കും. അങ്ങനെ ചിന്തിച്ച് അവൻ ആ കാട്ടിൽ മൊത്തം തേടി നോക്കും. മുത്തശ്ശൻ പറഞ്ഞത് മലയുടെ താഴ്വാരത്തിൽ ആകുംബ ഗുഹയിൽ അഷ്ടവക്രനെ നാട്ടുകാരെല്ലാവരും കൂടി കൊന്നു എന്നല്ലേ? തീർച്ചയായും മന്ത്രവാദിനി അവിടെ തന്നെ ഉണ്ടാവും. ഇത് ചിന്തിച്ച് പല തടസ്സങ്ങളും നേരിട്ട് അന്തേരി ഗുഹകളും കഴിഞ്ഞ് അകുംബ ഗുഹയിൽ ചെന്ന് നോക്കി. അവിടെ അകുംബയുടെ ശില്പമൊന്നുമില്ലായിരുന്നു. ശില്പത്തിന് എടുത്ത ചിഹ്നമുണ്ടായിരുന്നു. 4 വശവും നോക്കി. ഒരു മൂലയിൽ ശവക്കല്ലറ ഉണ്ടായിരുന്നു. ദുമുഖിയെ കാണാത്തപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നേരത്തെ വിജയന് മരത്തിൽ തലകുത്തി നിൽക്കുന്ന മുടി നീളമുള്ള സന്യാസിയെ കണ്ടു. ആരാണു മോനെ നീ? മനുഷ്യരാരും വരാത്ത ഈ താഴ്വാരത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ വന്നത്? സാധുവിനോട് വിസ്താരമായി എല്ലാം പറയും. അവൻ എന്തിനാ അവിടെ വന്നേന്ന്. ആ പിശാച് മന്ത്രവാദിനി എവിടെയാണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല സ്വാമിജി. അവരുടെ ഏതെങ്കിലും വസ്തു ഉണ്ടോ നിന്റെ കയ്യിൽ? ഇല്ല സ്വാമി. അവരുടെ ഏതെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ടുവരൂ. എന്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് ഞാനത് എവിടെയുണ്ടെന്ന് കണ്ടെത്താം. പെട്ടെന്ന് വിജയന് ഓർമ്മ വന്നു. ആ ദിവസം കാട്ടിൽ മാന്ത്രിക പറക്കാൻ നേരത്ത് ചൂലിന്നൊരു ഈർക്കിൽ വെള്ളത്തിൽ വീണ് മണ്ണിൽ കുടുങ്ങിയെന്ന്. ആ സ്ഥലം സന്യാസിയെ കൊണ്ടുപോയി കാണിച്ചു. സന്യാസി അവന്റെ ശക്തികൾ കൊണ്ട് പിശാച് താന്ത്രികയെ കണ്ടുപിടിക്കും. അവന്റെ മനോനേത്രത്തിൽ ദോമുഖിയെ കാണും. മോനെ വിജയ്, അവരെ കൊല്ലുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കത്തി, കല്ല്, അമ്പ്, മന്ത്രം ഇതുകൊണ്ടൊന്നും അവളെ കൊല്ലാൻ കഴിയില്ല. അവളെ കൊല്ലാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. കാതിൽ രഹസ്യം പറഞ്ഞ് സന്യാസി പോയി. അവൻ ഈർക്കിൽ കഷ്ണമെടുത്ത് അകുംബ ഗുഹയിൽ ചെന്ന് കല്ലറ തുറന്ന് അതിന് എല്ലും കഷ്ണങ്ങൾ എടുത്ത് അരയിൽ ഒളിപ്പിച്ച് സന്യാസി പറഞ്ഞതനുസരിച്ച് അകുംബയുടെ പൊട്ടിയ ശില്പത്തിന്റെ പിറക് കിണറിൽ ചാടും. അവിടെ വെള്ളത്തിൽ രഹസ്യ വഴിയുണ്ട്. അവിടെ അവൻ പോകും.
അവിടെ പോകാൻ ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. രഹസ്യ ഗുഹ, അഗുംബയുടെ ശില്പം, ഭയങ്കരമായ തൂണുകൾ. ബോധം പോയ ഉഷാറാണിയെ അവിടെ കെട്ടിയിരിക്കുകയായിരുന്നു. ഓടിപ്പോയി അഗുംബയുടെ മൂർത്തിയിൽ പകുതി പൊട്ടിയ എല്ലിനെ കുത്തിയതും അവിടെ പറന്നുകൊണ്ടിരുന്ന ചൂല് എരിഞ്ഞു ഭസ്മമായി. കണ്ണടച്ച് തപസ്യ ചെയ്തുകൊണ്ടിരുന്ന ദോമുഖി കണ്ണു തുറന്നു. അവരെ നീ കൊല്ലണമെങ്കിൽ അതിന് ഐഷധാരാധത്വം ചെയ്യണം. അവളുടെ തുണ അഷ്ടവക്രൻ എല്ലുകൊണ്ട് അതിൻ്റെ മുഖത്തു കുത്തണം. അപ്പോഴേ അത് ചാവൂ. അതിനു മുൻപായിട്ട് ആ 2 പ്രേതങ്ങളെയും ആകുംബായുടെ എല്ലുകൊണ്ട് എല്ലാത്തിനെയും കുത്തിക്കൊല്ലണം. അവൻ അവന്റെ ജീവൻ പണയം വെച്ച് ഉഷാറാണിയെ രക്ഷിച്ചു. അവളെ മണിപ്പൂരിലേക്ക് കൊണ്ടുവരും. വഴിയിൽ അവൻ ആരാണ് എന്ന് വിസ്താരമായി പറയും. ഓ, നിങ്ങള് ബൽറാംപൂരിലെ ജമീന്ദാറിന്റെ മോനാണോ? അതിനർത്ഥം നമ്മള് ബന്ധുക്കളാണ്. നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ, ബാക്കിയൊക്കെ നാളെ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് ഉഷാറാണി അവിടുന്ന് പോയി. എല്ലാരും സന്തോഷത്തിലായിരുന്നു. പിശാച് താന്ത്രികയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞുവെന്ന്. ഉഷാറാണി തിരിച്ചു വന്നുവെന്ന് നാട്ടിലെല്ലാരും അറിഞ്ഞു. മണവാളൻ ആരായിട്ട് ഉഷാറാണിയുടെ കല്യാണം തീരുമാനിച്ചോ കുതിരവണ്ടിയിൽ വന്നായിരുന്നു. സമീന്ദർ വിജയുടെ അടുത്ത് വന്ന്, മോനെ വിജയ്, വിളംബരം ചെയ്ത പോലെ എൻ്റെ മകൾ ഉഷാറാണിയെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പേ എൻ്റെ മോളെ മറ്റൊരു പയ്യനുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്നു. ആ പയ്യനിപ്പോൾ വന്ന് ഉഷാറാണിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുന്നു. വേണമെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ പാതി നിനക്ക് തരാം, വേണ്ടാന്ന് പറയരുത്. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഗ്രാമത്തലവ. ഞാൻ സ്വത്തിനു വേണ്ടിയോ കല്യാണത്തിനു വേണ്ടിയോ അല്ല നിങ്ങളുടെ മോളെ രക്ഷിച്ചത്. പിശാച മന്ത്രവാദിനിയുടെ കൈകൊണ്ട് ഇനിയൊരു പെൺകുട്ടിയെ മരിക്കാതിരിക്കാൻ വേണ്ടിയാ ഇതെല്ലാം ചെയ്തത്. അവൻ ആരോടും ഒന്നും പറയാതെ തന്നെ അവിടുന്ന് പോകും. കുറച്ചു നേരത്തിന് ശേഷം ഉഷാറാണി അറിയുമ്പോ വിജയനെ തേടാൻ പോകുന്ന നേരത്ത്, നിൽക്ക്, ഞാൻ വന്നു എന്നറിഞ്ഞിട്ടും എവിടേക്കാണ് പോകുന്നത്? കല്യാണം കഴിക്കാൻ പോകുന്നതിനെ നിനക്കൊരു പേടിയുമില്ലല്ലേ? ഭർത്താവിനോട് സ്നേഹവും ബഹുമാനമാണ് വേണ്ടത്, പേടിയോ ഭക്തിയോ അല്ല. നീ നിന്റെ സ്വന്തം അനിയനെ അനാഥനാക്കി എന്നെ താന്ത്രിക എടുത്തോണ്ട് പോയപ്പോ എന്നെ ഒന്ന് രക്ഷിക്കാൻ പോലും ശ്രമിച്ചില്ല. ഗ്രാമത്തിന്റെ 2 ഭാഗമായി. പക്ഷെ നിനക്ക് അധികാരത്തിന്റെ സിംഹാസനം വേണം. ഞാൻ നിന്നെ പോലെ ഒരു സ്വാർത്ഥനോട് ഒരിക്കലും കല്യാണം കഴിക്കില്ല. നിന്റെ അനിയൻ വിജയരാജനോട് ഞാൻ കല്യാണം കഴിക്കൂ. നാണം കെട്ട് അജയരാജ തലകുനിച്ചു. നാട് വിട്ടു പോകുന്ന വിജയരാജനെ ഉഷാറാണി തടഞ്ഞ് നടന്നതെല്ലാം പറയും. വിവാഹം കഴിക്കുമെങ്കിൽ അത് നിന്നോട് തന്നെ ആയിരിക്കും വിജയ്. വിജയരാജന്റെ ഉഷാറാണിയുടെ കല്യാണം വളരെ ആഘോഷത്തോടെ നടന്നു. അജയരാജൻ ജമീന്ദാറിന്റെ അധികാരം വിജയരാജന് കൊടുക്കാൻ പോവുകയായിരുന്നു. നീ എനിക്ക് മുമ്പേ ജനിച്ചവനാ, എന്റെ ജ്യേഷ്ഠൻ. സിംഹാസനം നിനക്കുള്ളതാണ്, അതാണ് ന്യായം.